അപ്പൊ അതിനകത്തായി പോയി, അതുകൊണ്ടാണ് വരാൻ പ്രശ്നം. എങ്ങനെ പോണ ദർശനം? ഫുഡ് കഴിച്ചോ? അപ്പൊ നമുക്ക് അകത്ത് പരിപാടികളിലേക്ക് കിടക്കാം. നമുക്ക് ഒന്നുകിൽ ഈ പരിപാടി നല്ല രീതിയിൽ പോകണമെങ്കിൽ ഉമ്മമാരുടെ എല്ലാവരോടും ഒന്ന് ചിട്ടായിട്ടൊന്ന് വരാൻ പറ്റും. ചന്ദ്ര നലമ്പ നിക്കടാ ചന്ദ്ര. എല്ലാരും നലമ്പ നിന്നടാ. ഞാനൊരു കാര്യം നിന്നോടൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കഷ്ടപ്പാടാണ് ഇവിടെ വന്ന് അലമ്പാനുള്ള പരിപാടിയാണെങ്കിൽ അടുത്ത അലമ്പുന്നവരെ ഉള്ള കാര്യം ഞാൻ പറയാം. അണ്ണാ ഞാൻ റേഡിയോയിലില്ല അണ്ണാ, എനിക്ക് ഞാൻ കേട്ടില്ല. ചന്ദ്രനാണ് വാസുവിന്റെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കും? അപ്പൊ നമുക്ക് നീങ്ങാനുള്ള പിള്ളേരെ കക്കാശി നിന്നെ തിരിച്ചറിയാൻ തുടങ്ങി കേട്ടോ, നിന്നെ മനസ്സിലായിരിക്കും. നിന്റെ ബർത്ത്ഡേ മാസമുണ്ടല്ലേ? അവരല്ലാണ് ലീഡ് ചെയ്യുന്നത്. തിരിച്ച് രണ്ടെണ്ണം പറയടാ മന്ദാരം, നിന്നെ ഒന്നും കളയൊന്നുമില്ല. തിരിച്ച് നല്ല വിളി വിളി. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ഗെയിമിംഗ്. ഈഗിൾ ഗെയിമിംഗ് ആര് വസണ്ട? സ്ട്രീമർ പയ്യനാണ്. അറിയാവുന്ന ചെറുക്കനാണ്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറിയാലോ? ഇതെന്താ ലോഡാ ഇല്ല? മൊത്തം പൊള്ളയാണല്ലോ. പൊള്ളയാണെങ്കിൽ വെയിറ്റ് ചെയ്യ്, ലോഡാവും. നടന്ന വാസുവിനെ കാണാത്തവരൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡാവും. സ്ക്രീനിന് മാത്രം എഴുതി കാണിക്കണം. ഒരു മിനിറ്റ് എല്ലാരും ഒരു 2 മിനിറ്റ് കൊടുക്കും. ഇത് കൊള്ള താങ്ക്യൂടാ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് പാറ്റിന്റെ പഴയ സർവറിൽ പോലെ അതിന്റെ ലോഡ് പോലെ ഇത്ര നല്ല ഇതില്ലായിരുന്നു. അപ്പൊ വാസുവിനെ 30 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഒരു വർഷമുണ്ട്. അതായത് ഞങ്ങൾക്ക് 30 ആണത്. ഇല്ല 29. അതല്ലേ? അതാ 29. അപ്പൊ അങ്ങനെ എല്ലാരും വാസുമോനെ നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. വാസുമോന് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് വാസുമോൻ ഈ ജന്മദിനത്തിൽ പറയാനുള്ളത്? ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മദിനം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജന്മദിനമായിരുന്നു. അതായത് എന്താ പറയാ, കുറെ നാളായിട്ട് നമ്മളിപ്പോ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം ഞങ്ങൾ പുറത്ത് കുറച്ച് അധികം എല്ലാവരും, അതായത് റീബിൽഡിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് ഈ വർഷം എനിക്ക് ഭയങ്കര നന്നായിട്ട് നടന്നൊരു കാര്യമാണ്. അപ്പൊ സിറ്റിയില് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വിഷമമായിട്ടില്ലായിരുന്നു. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് എന്നോട് ഉണ്ടായിരുന്നോണ്ട് അങ്ങനത്തെ വിഷമമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റിക്കകത്ത് പരിപാടി വന്നപ്പോൾ ഡബിൾ സന്തോഷം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പരിപാടി ഹോസ്റ്റ് ചെയ്ത് സെറ്റാക്കി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
അപ്പൊ വാസുവിനെ കേക്ക് മുറിക്കാൻ പറഞ്ഞു എനിക്കെന്ത് പറയാനുണ്ട് അഥവാ ചന്ദ്ര പറ എന്താണ് നിനക്ക് പറയാനുള്ളത്? 24-ാം വയസ്സിൽ നമ്മുടെ ഗ്യാങ് തുടങ്ങിയ വാസുവിന് ഇപ്പോ 29 ആവുകയാണ്. ഈ ഒരു സൂര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷം 30 വയസ്സിലോട്ട് പോകുന്ന വാസുവിന് വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അടുത്ത വർഷം നമ്മൾ കൊണ്ടാടും, സിറ്റിയെ കൊണ്ടാടും. ആരോഗ്യ സൗഖ്യം സൗഖ്യം രണ്ട് വാക്ക് വാസുവിനെ പറ്റി. വാസു എന്ന് പറയുന്നത് നല്ലൊരു മനസ്സിനുടമയാണ്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോ 29-ാം വയസ്സിലോട്ട് കടന്നു കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാസുവിന് എന്റെ എല്ലാവിധ ജന്മദിന അടിക്കാൻ പറ്റില്ല. കണ്ണാക്കോ അടുത്തതായി നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും വാസുവിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കടന്നു വരിക. അപ്പാപ്പൻ 2 വാക്ക് സംസാരിക്കണം എന്നെ പറ്റി. ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതെ 1 മണിക്കൂർ അങ്ങനെ തന്നെ പോയി പോകും. വേണം ഷോർട്ടായിട്ട് 2 വാക്ക് പറയാം എന്നെ പറ്റി. നമ്മുടെ എല്ലാവരുടെയും ഞാനിപ്പോ ഇന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കൂടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പോലും ഇവിടെ വന്നെത്താൻ സാധിക്കാത്ത നമ്മുടെ രായനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ ഞാൻ എനിക്ക് പകരം രായന് വേണ്ടി സംസാരിക്കാം. ഐ ലവ് യു അണ്ണാ എന്ന് രായൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. രായൻ സ്പെഷ്യൽ വേറെ സാധനം കൂടെ തരാൻ പറഞ്ഞു. ഇത് ഇങ്ങോട്ടില്ലേ? ഇവിടെ ഇങ്ങോട്ടില്ല. രായൻ വാസുമോന് ലിപ്കിസ് അടിക്കുന്ന ചെല്ലക്ക് വെറുതെയായിട്ട് അത്രയുള്ള തിരിച്ചുമ്മയില്ലേ വാസുമോൻ? പിന്നെ അടുത്ത ഡയലോഗ്, അണ്ണാ എനിക്ക് അണ്ണനെ ഒരുപാട് ഇഷ്ടമാണ് അണ്ണ. അണ്ണൻ എനിക്ക് ജനിക്കാതെ പോയ ഒരു അണ്ണനാണ് അണ്ണ. അണ്ണന് വേണ്ടി ഞാൻ എല്ലാവർക്കും ഒരു അണ്ണനായ അണ്ണ. കൂടുതലല്ലേ അണ്ണ അണ്ണ എൻ ചക്കര അണ്ണ. ഇത് രായൻ വാസുമോന് വേണ്ടിയിട്ട് കവിത എഴുതിയതാണ്. കവിത കഴിഞ്ഞോ? ഇതൊക്കെ രായന്റെ കവിത ഇഷ്ടപ്പെട്ടു. ഒരുപാട് മണിക്കൂറുകളെടുത്ത് പാപം. അപ്പൊ ഇനി ഞാൻ എനിക്ക് വേണ്ടി തന്നെ സംസാരിക്കാം. ഓക്കെ വാസുമോനെ, ഞാന് വാസുമോനെ ഈ മോനെ എന്ന് വിളിക്കുമ്പോ കാർലമോനെ വിളിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ 2 പേർക്കും എനിക്ക് മറക്കാതെ പോയ എന്റെ മക്കളെ പോലെ കണ്ടിട്ടാണ് ഞാൻ മോനെ എന്ന് വിളിക്കുന്നത്. അപ്പം സ്വന്തം മക്കളുടെ ബർത്ത്ഡേക്ക് ഒരു അച്ഛൻ എന്ന നിലയിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ വാസുമോനെ അറിയാതിരിക്കുമല്ലോ അല്ലേ? പക്ഷെ എപ്പോഴും എന്നെ ഒരു അനിയന്റെ സ്ഥാനത്തെ കാണാവൂ വാസുമോൻ. പക്ഷെ അല്ല, ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് അച്ഛനെ കിട്ടുന്നത്. അത്രയാണോ? ഇനി വാസുമോന് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായ വാസുമോനെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
എടാ, ചില അച്ഛനില്ലാത്ത ആൾക്കാർ ചോദിക്കും തന്ത കേട്ടോ നമ്മ ചൂണ്ടി കാണിക്കണം. അതെ അപ്പോ 1000 ജന്മദിന നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിട്ട് ഞാൻ സംസാരിക്കുവാണ്. ഇത്രയും വർഷം നമ്മളെ ഒരു ഫാമിലി ആയി കൊണ്ട് നടന്ന നമ്മുടെ വാസു അണ്ണനെ ഒരു സ്ലോട്ട് ചെയ്ത് മാറ്റാൻ സമയം കേട്ടോ അടുത്ത ആഴ്ച. ഇനി പേഴ്സണൽ ആണ് വാസു. അല്ല വാസു ഇനി കൊറേ വർഷങ്ങളായില്ലേ, ഇനി മാറിയൊക്കെ നിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാം നോക്കിക്കൊണ്ട് പോവാം. അപ്പൊ മെനി ഹാപ്പി ഇനി നമ്മുടെ ബോബ് 2 വാക്ക് സംസാരിക്കുന്നുണ്ട് അതിനെ കുറിച്ച്. എല്ലാരും പറയണേ ഗോകുവിന്റെ മോൻ കണ്ടിട്ട് ഇത് വില്ലൻ ബ്രോ അല്ലേ. നമുക്ക് വേറെ ആർക്കെങ്കിലും പറ ബോബ് സാർ. ഇന്നിവിടെ 29ാമത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അണ്ണന് 200 വർഷം കൂടെ അണ്ണൻ ആരോഗ്യ സൗഖ്യത്തോടെ ഞാൻ പറഞ്ഞു നീ കേട്ടില്ല. കെവിക്ക് വേണ്ടി വാസമ്മനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ കെവിയുടെ സ്വന്തം ഹിറ്റ്മാൻ പ്ലീസ് കം. പഴയ കാര്യം ഓർത്തിട്ട് തെറിയെന്ന് പറയല്ലേ. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതില് സന്തോഷം. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഹിറ്റ്മാനെ. താങ്ക് യു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതിന് സന്തോഷം. എന്തൊക്കെ അതൊന്നും പറയാൻ പറ്റത്തില്ല. അത് പറയാൻ കൊള്ളാവുന്നതല്ല. പറഞ്ഞതിന്റെ അത്രയും പറഞ്ഞത്. ചെറിയ കേസല്ലേ. അപ്പൊ നമുക്കെന്താ കേക്ക് മുറിച്ചാലോ വാസുവനെ? കേക്ക് മുറിക്കാം. വാസുവനെ ഇവിടെ കേക്കിലോട്ട് സത്യങ്ങളിങ്ങനെ ആളൊക്കെ പച്ചനെ മൂന്ന് കേക്ക് എടുത്തേ. അണ്ണാ കേക്ക് ചന്ദ്രനോട് ഫസ്റ്റ് സെക്കൻഡ് അണ്ണ വേണ്ട വേണ്ട ചന്ദ്രക ചന്ദ്രന് വായിക്കൊട് ആഗ്രഹം എല്ലാരും കൂടെ കിട്ടിയോ? കിട്ടിയോ സെക്കൻഡ് കേക്ക് മാറ്റാൻ കൊടുക്കണം. സെക്കൻഡ് കേക്ക് മാറ്റാൻ കൊടുക്കണം. കിട്ടുന്നില്ല. കിട്ടിയാ നീ അവിടെ അടുത്തൊന്ന് വെയിറ്റ്. കണ്ണു വെച്ച് നോക്കിയാ കേക്കില് സ്ലൈസ് എടുക്കാൻ. കേക്ക് കൊതിയാൻ ഹലോ എടാ നിങ്ങളെല്ലാരും കണ്ണുവെച്ച് നോക്കിക്കോ. കണ്ണുവെച്ച് അഞ്ചെണ്ണം എടുത്ത് ഇത് ലൈഫ് ഉള്ള ഞാൻ കേക്ക് തന്നിട്ടുണ്ട്. ബോബുട്ട എടുത്തു അവിടുന്നേ കിട്ടിയില്ല എടുത്തു. ഓക്കെ കാർലോ കഴിച്ചു. വാസുവന് എന്റെ വക വലുതായിട്ട്
കഴി 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 ഷുഗറാണ് എന്നാ താങ്ക് യു സോ മച്ച് അളിയ താങ്ക് യു ഉമ്മ അണ്ണാ ഉമ്മ ഹാപ്പി ബർത്ത്ഡേ അണ്ണാ അടുത്ത സ്ഥലത്തോട്ട് പോവാം എല്ലാരും മെല്ലെ വരട്ടെ ഇങ്ങോട്ടെ എങ്ങോട്ട് അങ്ങോട്ടോ നേരെ അണ്ണ ചങ്ക് തീർന്ന് നിൽക്കണം കണ്ടാ അറിയാം കേക്ക് കിട്ടിയില്ല ബാബു ഇല്ല കേസ് ബാബു വന്നില്ല അവൻ കുറച്ച് അവന്റെ അച്ഛന് കൊറ്റൊക്കെ വയ്യാതിരിക്കുന്നോണ്ട് അവൻ കുറച്ച് ബിസി ഷെഡ്യൂളിൽ അവനങ്ങനെ വരാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ. എന്നിട്ട് പോലും അവൻ ബർത്ത്ഡേക്ക് ഓടി ഇവിടെ വന്നു എന്റെ വീട്ടില്. ഗെയിമിനകത്ത് വന്നില്ലെങ്കിലും റിയൽ ലൈഫിൽ അവൻ ഓടി വന്നതാ. അവൻ അങ്ങനെ ഒരു അവസ്ഥ വേണ്ട, അവൻ വരാൻ പറ്റി ഉറപ്പായിട്ടും വന്നേനെ, എനിക്ക് ഉറപ്പാ. വാസുമോനെ ഇനി വാസുമോന് വേണ്ടി വാസുമോനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ സ്നേഹ സമ്മാനം പറയാ സമ്മാനങ്ങളാണ് ഇത് വഴി. ഓക്കെ അല്ലേ വിട്ടാണ്ടിരിക്കാൻ. എടാ സൈലന്റ് എല്ലാരും ഒരേ ഇതിലാണ് പോകുന്നത്. എല്ലാരും ഒന്ന് സൈലന്റ് ആണോടാ പ്ലീസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വാതിലാണോ അത്? വാസുമോനെ ഇത് വാസുമോന് വേണ്ടി മനാഫുറയുടെ ഗിഫ്റ്റ് ആണ്. സ്നേഹ സമ്മാനം. ഇതൊക്കെ എന്തൊക്കെ താനം കിടില സൗണ്ട്. മാറി ഇതെല്ലാം വാസുവിന് സിറ്റി കിട്ടിയാൽ ഇതെല്ലാം എനിക്ക് സിറ്റി അപ്പാപ്പ, ഇതെല്ലാം എനിക്ക് സിറ്റി തരണേ അപ്പാപ്പ. അപ്പാപ്പ അതൊന്നും ആലോചിക്കണം. അപ്പാപ്പ ഇതൊന്ന് സിറ്റി തരണേ ഇതൊക്കെ എനിക്ക്. പിന്നെ വാസുമോൻ അല്ലാതെ വേറെ ആർക്ക് തരാനോ ഒരു ടിക്കറ്റ് വലിച്ചിട്ട് കസ്റ്റം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ടിക്കറ്റ് വലിക്കണം വാസുമോൻ? ഒരു വാസു പറ. അതിന് ഇന്റീരിയർ കാണിക്കുന്നേ അപ്പാപ്പ ടിക്കറ്റ് ഒന്നും വലിക്കാൻ പറ്റില്ല അപ്പാപ്പ, ഒന്ന് താ അപ്പാപ്പ അതിനകത്ത്. പിന്നെ അല്ല ഉറപ്പ് നാളെ സാധനം ഇതെല്ലാം റെഡിയാണ് വാസുമോനെ. മനാബ്രോ താങ്ക് യു സോ മച്ച്. മനാബ്രോ താങ്ക് യു സോ മച്ച്. വിൻസ് ഔട്ട് മനാബ്രോ. അകത്ത് കയറാൻ പറ്റുന്നില്ലല്ലോ ഇത്. വണ്ടി എങ്ങനെയുണ്ട്? ഞാനും നല്ല ഇന്റീരിയർ നല്ല രസമുണ്ട് കേട്ടാ. ഉണ്ടാ വണ്ടിക്കത്തല്ലേ കയറിയ FPP ഓടിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ബ്രോ മനാബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 കിക്ക് പോയിന്റ്സ്. താങ്ക് യു സോ മച്ച് മനാബ്രോ. താങ്ക് യു. പുറത്തോട്ട് ഓടിക്കുന്ന ഇങ്ങോട്ടാ നല്ലത്. വാസുമോനെ സൂക്ഷിച്ചോടിക്കണം. ഇല്ല പുറത്തോട്ട് ഓടിക്കാം. ഇവിടെ കിക്കാവും, വീഡിയോ കിക്കാവും. വണ്ടി ഇവിടെ കിടന്നത് നമുക്ക് അടുത്തടുത്തോട്ട് പോയാലോ? ഇല്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറി ജസ്റ്റ് ഒന്ന്. ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിൽ മാറി നിൽക്കണേ. എനിക്ക് വേറെ എല്ലാരും ആ പ്ലാറ്റ്ഫോമിൽ സൈഡിലോട്ട് പ്രശ്നമായിരിക്കും. ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിൽക്കണേ. ഇവിടെ സീൻ സൗണ്ട് വിഷയമുണ്ട്. കിട്ടില്ല കണ്ടാ. FPP നോക്കിയേ. ഓ FPP മുട്ടൻ ഡീറ്റെയിലിംഗ് വണ്ടിക്ക്. വാസുമോനെ നമുക്കപ്പം അടുത്ത വാസുമോന്റെ സമ്മാനത്തിലോട്ട് കടന്നാലോ? ഓക്കെ സമ്മാനാണോ? അച്ഛൻ പറഞ്ഞത് യഥാർത്ഥ അപ്പം കേറാം, നമുക്ക് അകത്തോട്ട് കയറാം. അടുത്തല്ലേ റെഡി അല്ലേ? തങ്കപ്പെട്ട മനുഷ്യൻ ഇത് അമ്പത്തൂരിന്റെ വക. ഇത് ഓൾറെഡി സെറ്റ് ആണ് കേട്ടോ അല്ല. അപ്പൊ ഇതാണ് ഇത്രയും നാള് ഞാൻ വണ്ടിയുടെ സിറ്റിക്കകത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ സാധനം. എന്റെ അമ്മോ ഗൈസ്, ഇതാണ് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞ ആ വണ്ടി. നമുക്ക് എവിടെയെങ്കിലും പോവാൻ റോയൽ ലുക്കുള്ള ഒരു സാധനം വേണമെന്ന് പറഞ്ഞില്ലേ അപ്പാപ്പ? ഇതിന്റെ പ്രത്യേകത അറിയോ? ഇത് ഇൻഗെയിം വണ്ടിയാ. ഇത് ശരിക്കും ആണോ? ഇത് ഇൻഗെയിം വണ്ടി പണിത് ഇങ്ങനെ ആക്കിയതാ. ഇത് ഇൻഗെയിം വണ്ടിയാണ്. ഇത് ഇൻഗെയിം വണ്ടി മോഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയേക്കുവാ. നിക്കോബ്രോ ആണ് ഇത് ചെയ്തത്. പിന്നെ അങ്ങനെ പണ്ടേ പുലിയല്ലേ. ഓ ഇത് അല്ലാതെ കാണണം. അപ്പൊ ഇത് ഇങ്ങനെയല്ല ഗൈസ്, ഇത് വെളി കാണണം ഗൈസ്. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ലൂസിഫറിലൊക്കെ പോലെ അങ്ങനത്തെ ഒരു
അങ്ങനത്തെ ഒരു വണ്ടി ഇത് കണ്ടോ, ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടോ നിങ്ങള്? ഇതാണ് ഒരു അക്കോ. ഇന്ന് തന്നെ ഞാൻ അണ്ണന്റെ എല്ലാ അപ്രൂവലും കഴിഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നിക്കോറോ എടുത്ത് പറയണം, താങ്ക് യു പറയണം. സിറ്റിയിൽ ഓടിക്കാൻ പറ്റുമോ ഇത്? ഓ പിന്നെ ഇത് ഇന്ത്യൻ വണ്ടിയാടാ ഇത്. ഇപ്പൊ ഇന്ത്യ ആക്കിയല്ലേ? അല്ലല്ല, ഈ മൊത്തത്തിൽ പണിഞ്ഞിട്ട് ഇത് ഇന്ത്യ വണ്ടി എടുത്തിട്ട് അപ്രൂവൽ കഴിഞ്ഞു ചന്ദ്ര. ഇതിന്റെ എല്ലാ അപ്രൂവലും കളർ പോരുന്നു ബ്രോ. ഇത് അല്ലാതെ കണ്ടു നോക്ക്, ഇത് വെളിയില് അണ്ണൻ ഇന്ന് കൊടുക്കാൻ വേണ്ടിട്ട് വെളിയിൽ കണ്ടു നോക്ക് ബ്രോ. ഇത് സിറ്റിക്കകത്ത് ഈ ലൈറ്റ് വാസുവിന് കിട്ടിയ വണ്ടികളൊക്കെ വെച്ചിട്ട് വാസുവിന് ഇങ്ങോട്ട് മാറ്റേ ഇതാ പറ പാപ്പനല്ലേ പാപ്പനെ കൂടി ഇതോ ഇങ്ങോട്ട് 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 ലോസ്റ്റ് ആയി. വാസുവിനെ വിളിച്ച എല്ലാരും വരും ഇത്. എടാ ഒരു മിനിറ്റ്. വാസുവിനെ അപ്പം ഗിഫ്റ്റ് ഒക്കെ കിട്ടി. വാസുവിനെ ഹാപ്പി ആയില്ലേ? പിന്നെ സന്തോഷായില്ലേ? പിന്നെ സിറ്റിയിൽ ഇനി എന്താ വേണം? 2 പുതിയ വണ്ടികൾ, അത് ഒന്നിനൊന്നിനും മെച്ച യുണീക്ക് ഐറ്റം. അതെ അതെ. അപ്പാപ്പന്റെ മുഖം ഒന്നും ഇല്ലല്ലേ? വാസുവിനെ എന്നെ സങ്കടപ്പെടുത്തി. വാസുവിന്റെ അതാ ഞാനൊരു സർവർ എഴുത്തതില്ലേ വാസുവിനെ എന്താണ് ചോദ്യം ചോദിച്ചേ? അത് ശരിയാ, അത് ശരിയാട്ടോ. നമുക്കെന്താ അടുത്തടുത്തോട്ട് പോയാലോ? വാ വാ. ഇവിടെയാണോ? ഓ ഇവിടെയാണല്ലേ? അതാ ദർശനാണ്. അതാണ് ഗിഫ്റ്റ്. ഏതാ അപ്പൊ ഗിഫ്റ്റ്? ഇതാണോ അതാണോ? അല്ല കാറാ കണ്ടാലേ അറിയില്ലേ? കാറാണ്. എന്റെ അപ്പുകൂടെ ഇത് കണ്ടാലേ അറിയില്ല. കാറല്ലേ അപ്പാപ്പ ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ വർഷവും ഇതന്നെ കാണിച്ച് കൊതിപ്പിക്കും. എനിക്കിത് സിറ്റി തരണം. ദർശനയാണ് ദർശനയുടെ വകയാണ് കേട്ടോ. ദർശന താങ്ക് യു സോ മച്ച്. കീറിയിട്ട് എത്ര വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? പിന്നെ ഇത് എന്റെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ഞാന് എന്ത് തരണമെന്ന് പെട്ടെന്ന് ആലോചിച്ച് ഞാനിപ്പോ രായനോട് ചോദിച്ചപ്പോ അണ്ണൻ ഈ വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം പറഞ്ഞത്. അതെ അതെ താങ്ക് യു സോ മച്ച് ദർശന, താങ്ക് യു. ഇത് ഡിമാൻഡ് അല്ലേ? വണ്ടി പറയാനുണ്ട്. സിറ്റി തരണം. ഈ വണ്ടി കിട്ടത്തില്ല. അപ്പാപ്പ നമുക്ക് കേട്ടാ. ഇതെന്താ ഇപ്പൊ പ്രശ്നം എന്താ? ഇത് ഡിമാൻഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ദർശന പിന്നെ എന്തിനാ ദർശന ഇതെന്നെ കാണിച്ചതാക്കിയത്? അതായത് വാസവനെ ഈ സാധനം ഓൾറെഡി ഞാൻ തരും. എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് നമ്മുടെ സെർവറിനകത്ത് ഈ ഒറിജിനൽ വണ്ടിയുടെ ഇത് ലോഗോയും ബാക്കി സാധനങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? പണ്ടത്തെ പോലല്ല, ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ കൊറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞ 8 മാസം മുന്നേ ഒരു വണ്ടി കയറ്റിയായിരുന്നു. അപ്പാപ്പന് ഓർമ്മയുണ്ടോണ്ടാ? ഉണ്ട്, അത് ഇന്നും കൊടുക്കാം. തിരിച്ചു കൊടുക്കാം. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റാക്കിട്ട് പറയണേ. അതിവിടെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ആൾറെഡി കയറ്റിയത്. എന്നാ ഞാൻ പറയട്ടെ. അപ്പാപ്പന്റെ ബർത്ത്ഡേക്ക് ഒരു വണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. ഇത് നിങ്ങൾ തിരിച്ചു പോകുമ്പോ അവര് അപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പറയട്ടെ. ഒരു കാര്യം അപ്പൊ ഒന്ന് അങ്ങോട്ട് പോവോ? ഞാൻ മാറിയുന്ന കാര്യവും മനസ്സിലായില്ലേ? അപ്പാപ്പന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു കയ്യിൽ. അന്ന് പരിപാടി നടന്നിട്ടില്ല. നേരെ തിരിച്ചു പോകുമ്പോ അവരൊരു ട്രക്ക് ഉണ്ട്, അത് അപ്പാപ്പനുള്ള. അതും നേരെ തിരിച്ചു പോകും. നിങ്ങൾ വന്ന വഴി തിരിച്ചു പോകുമ്പോ അവിടെ ഉണ്ട്. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ വണ്ടി സ്ഥലത്ത് മാറ്റി. നോക്ലിപ്പ് അടിച്ചിട്ട് മേലെയുണ്ട്, തലയുടെ മേലെ അപ്പാപ്പൻ. അവിടെ വന്നേ. അതൊന്നും കൊടുക്കാൻ ഇവിടെ ഇമോട്ട് ഇല്ല. ഇവിടെ ഇമോട്ട് മെനു ഇല്ല. തിരിച്ചു വന്നേട്ടാ, ഞാൻ കണ്ടേ.